Hi everyone, welcome to Fundamentals of Investment class. Speculation. Speculation means taking up the business risk in the hope of getting short-term gain. Speculation involves buying and selling securities with the expectation of getting profit or capital appreciation from the price fluctuation. സോ പ്രൈസ് ഫ്ലക്ച്വേഷനിലൂടെ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന തരത്തിലുള്ള ഒരു പർട്ടിക്കുലർ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് പറയുന്ന പേരാണ് സ്പെക്കുലേഷൻ. സ്പെക്കുലേഷൻ ഇൻവോൾവ്സ് ബൈയിങ് ആൻഡ് സെല്ലിങ് സെക്യൂരിറ്റീസ് വിത്ത് ദ എക്സ്പെക്റ്റേഷൻ ഓഫ് ഗെറ്റിംഗ് പ്രോഫിറ്റ്. ദാറ്റ് പ്രോഫിറ്റ് ഈസ് കോൾഡ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഫ്രം ദി പ്രൈസ് ഫ്ലക്ച്വേഷൻ. സോ സ്പെക്കുലേഷൻ എന്ന തരത്തിലുള്ള ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു പർട്ടിക്കുലർ സെക്യൂരിറ്റിയിൽ പ്രൈസ് കുറഞ്ഞിരിക്കുമ്പോൾ വാങ്ങുകയും പ്രൈസ് കൂടുമ്പോൾ വിൽക്കുകയും ചെയ്യുക, അങ്ങനെ ഷോർട്ട് ടൈമിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ആ തരത്തിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. ദിസ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എക്സാമ്പിൾ. ഇഫ് എക്സ് ബൈസ് എ stock means share, for its dividend he may be termed as an investor. എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്യുന്നു. ആ ഇൻവെസ്റ്ററുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ലാഭവിഹിതം നേടുക, അതാണ് വരുമാനമായിട്ട് കാണുന്നത്. ആ തരത്തിലുള്ള ആക്ടിവിറ്റിയെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയും. This particular person is called an investor. If he buys the same stock with the anticipation of price rise in the near future with the hope of selling it at a high price in short period, he would be termed as a speculator. ഇതേ എക്സ് എന്ന് പറയുന്ന അതേ വ്യക്തി ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് പീരീഡിൽ തന്നെ അതിൻ്റെ പ്രൈസ് വർദ്ധിക്കുകയും ഇൻക്രീസ് ചെയ്യുകയും ആ സമയത്ത് ആ ഷെയർ വിൽക്കുകയും ചെയ്യുക. അതിലൂടെ ഒരു പ്രോഫിറ്റ് ലഭിക്കും. ആ തരത്തിലുള്ള ആക്ടിവിറ്റിയാണ് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ ഇൻ ദിസ് എക്സാമ്പിൾ എക്സ് വിൽ ബി കോൾഡ് എ സ്പെക്കുലേറ്റർ. സോ this is called speculation. So speculation involves buying and selling of securities with the expectation of getting a capital appreciation from price fluctuation. Difference between investment and speculation. First point, investment is all about value, while speculation is concerned about price movement. ഒരു കമ്പനി വാല്യൂ ക്രിയേഷനിലൂടെ അല്ലെങ്കിൽ വെൽത്ത് ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിലൂടെ ഗെയിൻ ഉണ്ടാവുക എന്നുള്ള രീതിയിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനി വളരുമ്പോൾ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകുന്നു, ആ പ്രോഫിറ്റിലൂടെ ഇൻവെസ്റ്റർക്ക് ഡിവിഡൻഡ് ലഭിക്കുന്നു. ആ ഒബ്ജക്റ്റീവുള്ള ഒരു ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. വൈൽ സ്പെക്കുലേഷൻ ഈസ് കൺസേൺഡ് അബൌട്ട് പ്രൈസ് മൂവ്മെൻറ്റ്. സ്പെക്കുലേറ്റർ പ്രൈസ് മൂവ്മെൻറ്റ് മാത്രമാണ് നോക്കുന്നത്. പ്രൈസ് കുറയുമ്പോൾ വാങ്ങുക, കൂടുമ്പോൾ വിൽക്കുക. ആ ഒരു ഒബ്ജക്റ്റീവിലൂടെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഷോർട്ട് ടേമിൽ പ്രോഫിറ്റ് ലഭിക്കുന്നതിന് പ്രൈസ് മൂവ്മെൻറ്റിലൂടെ, ആ തരം ആക്ടിവിറ്റിയെ സ്പെക്കുലേഷൻ എന്ന് പറയും. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ഡിഫറൻസ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഓൾ അബൌട്ട് വാല്യൂ, വൈൽ സ്പെക്കുലേഷൻ ഈസ് കൺസേൺഡ് അബൌട്ട് പ്രൈസ് മൂവ്മെൻറ്റ്. Second difference, investment has lower risk while speculation is challenging and it has higher risk. ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പാരിറ്റീവ്ലി റിസ്ക് കുറവാണ്, അതേസമയം സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് ഹൈ റിസ്കി ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്.
അതായത് പ്രൈസ് മൂവ്മെൻറ്റ് മാത്രം നോക്കിക്കൊണ്ടാണ് അവിടെ ഷെയർസ് പർച്ചേസ് ചെയ്യുക. സ്പെക്കുലേറ്റർ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന രീതിയിലും പ്രൈസ് മൂവ് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലോസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് സ്പെക്കുലേഷൻ ഈസ് ഹൈലി റിസ്കി എന്ന് പറയുന്നത്. സോ ദ സെക്കൻഡ് ഡിഫറൻസ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹാസ് ലോവർ റിസ്ക് വൈൽ സ്പെക്കുലേഷൻ ഈസ് higher risk. Third difference, investment is over long term while speculation is of shorter term. ഒരു കമ്പനിയുടെ ഗ്രോത്ത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഗ്രോയിങ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും കമ്പനി ഗ്രോ ചെയ്യുന്നതനുസരിച്ചിട്ട് ഇൻവെസ്റ്ററുടെ വെൽത്തും ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന തരത്തിലുള്ള ആക്ടിവിറ്റിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് എ ലോങ് ടേം പ്രോസസ്സ്. ഇന്ന് വാങ്ങി നാളെ വിൽക്കുക എന്നുള്ളതല്ല ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യുന്നത്. ഇറ്റ് വിൽ ബി ഫോർ 5, 10, 15 അങ്ങനെ വളരെ ലോങ് ഡ്യൂറേഷനിലേക്ക് വേണ്ടിയിട്ടാണ് ഒരു കമ്പനിയിൽ നിക്ഷേപിക്കുകയും ആ കമ്പനിയുടെ വളർച്ചയോടൊപ്പം തന്നെ ആ വളരുന്നതനുസരിച്ചിട്ട് ഇൻവെസ്റ്റർക്ക് ഡിവിഡൻഡ് ലഭിക്കുകയും ചെയ്യുന്നതിലൂടെ വെൽത്ത് ക്രിയേഷൻ ആകുന്നു. That is a long term process. On the other hand, speculation is short term. വളരെ ഷോർട്ട് ഡ്യൂറേഷനിൽ ഹ്യൂജ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ആൻറ്റിസിപ്പേഷനോടുകൂടി പ്രൈസ് മൂവ്മെൻറ്റ് മാത്രം നോക്കിക്കൊണ്ട് അതിലൂടെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവിലേക്ക് എത്തിച്ചേരാൻ എന്നുള്ള വിശ്വാസം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് speculation. So that is of short duration, shorter term. These are the three difference between investment and speculation. Okay, thank you.